കാര്യത്തിൽ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പലരിൽ നിന്നും പല മോശ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ടൈമിൽ ടോട്ടലി ഡള്ളായി, ഒരു വർക്ക് കിട്ടുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ടൈം എനിക്കുണ്ടായിരുന്നു. പച്ചവെള്ളം കുടിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ആഗ്രഹിച്ച് നേടിയിട്ട് ഇനി ഒരു മടക്കയാത്ര വീട്ടിലോട്ടുള്ളൂ ഞാൻ ഉറപ്പിച്ചതായിരുന്നു. ബുദ്ധിമുട്ടിയ സമയത്ത് ഒരാളും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബുദ്ധിമുട്ടുന്ന സമയത്ത് 100 രൂപ ചോദിച്ചാൽ പോലും കയ്യിലുള്ളവർ അയ്യോ ഇല്ലടാ ഞാനതിപ്പോൾ എന്തിന് കൊടുത്തു, അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് ചോദിക്കാൻ പാടില്ലായിരുന്നോ, ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ക്ലോസ് ചെയ്യും. നമ്മൾ ഒരിക്കലും ഒരാളെയും വില കുറച്ച് കാണാൻ പാടില്ല. കാരണം ഒരാൾ നാളെ എന്താവും എന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളൊരു നായരാണ് ആക്ച്വലി. ഇപ്പോൾ പുള്ളിയുടെ തറവാടിത്തം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങളോ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങൾ പുള്ളി മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനു കിടന്ന് ഈ ബുദ്ധിമുട്ടെന്നുള്ള പുള്ളി ചോദിക്കും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അച്ഛനും പോലും ഞാനിപ്പോൾ എന്താണെന്നുള്ള എക്സാക്റ്റ് പുള്ളിക്ക് അറിയില്ല. കാരണം പുള്ളിയുടെ ഒരു ഹെഡ് വെയിറ്റ് വേറെ ഉണ്ട്. പുള്ളിക്ക് സർക്കാർ ജോലിയിലൊരാൾ ആ ഒരു ചിന്തിക്കുന്നൊരു ലൈനപ്പ് അങ്ങനെയാണ്. ഇപ്പോഴും ചോദിക്കും എന്തെങ്കിലും കിട്ടോടാ, ജയിക്കാൻ എന്തെങ്കിലും കിട്ടുമോ, വരുമാനം പോലും കിട്ടുമോ. ഏതൊക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്? ഡ്യൂപ്പായിട്ട് തല്ലുമാല അന്വേഷിപ്പ് കണ്ടെത്തും. ടോവിനോടെ ഡ്യൂപ്പ് എന്ന് പറയുന്ന ഒരു ടൈം വന്നപ്പോൾ പലരും പറഞ്ഞു അത് ചൂസ് ചെയ്യരുത്, നമ്മളൊരു ഡ്യൂപ്പ് ചിലപ്പോൾ അതിലങ്ങ് മാറിപ്പോവും. പുതിയ ന്യൂജൻ ആർട്ടിസ്റ്റൊക്കെ ഉണ്ടല്ലോ ഈ സിനിമയിലുള്ള പല ആൾക്കാർക്കും, അവർക്ക് കിട്ടാത്ത പ്രത്യേക പരിഗണനയും അല്ലെങ്കിൽ അറിയപ്പെടാനൊക്കെ ഈ സീരിയൽ കൊണ്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ പുതിയ സിനിമ നടന്മാർക്കൊക്കെ കിട്ടാത്തൊരു ഭാഗ്യം അതാണ്. സിനിമയിലെ എല്ലാ ആൾക്കാരും പുതിയ ആർട്ടിസ്റ്റും ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. പക്ഷെ അതിന്റെ ഒരു ഭാഗ്യം ഈ സീരിയലിൽ കൂടെ എനിക്ക് കിട്ടി. അത്രയും ഫേമസ് ആ ഒരു കാര്യത്തിൽ എനിക്കുണ്ട്. ഇപ്പോഴും എവിടെയെങ്കിലും പോയി നിന്ന് സ്റ്റക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനെ വാ ഒരു ക്ലാസ് ചായ കുടിക്കാം എന്ന് വിളിക്കുന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്ന ഒരു സച്ചി രേവതി ആയിരിക്കില്ല ഇപ്പം എപ്പിസോഡിൽ കാണുന്ന സച്ചി രേവതി. കാരണം ഞങ്ങൾ അത്രയും കമ്പനിയായി, ഞങ്ങൾ തമ്മിലൊരു ബോണ്ട് അത്രയും ആയിക്കഴിഞ്ഞു. ആളൊക്കെ എനിക്ക് പറ്റുന്ന ഒരാളാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മാത്രമേ ആളെ ഞാൻ കൂട്ടുള്ളൂ. ഇപ്പം അത്രയും കട്ട കമ്പനിയാണ്. ഇപ്പൊ ഒത്തിരി പെമ്പിള്ളേര് മെസ്സേജ്, അപ്പോസ് ഇൻസ്റ്റഗ്രാം തുറക്കാൻ വയ്യാണ്ടായിരിക്കും, എങ്കിലും എത്ര പ്രപ്പോസൽ വരുന്നുണ്ട് ശരിക്കും. അല്ല യെസ് ഓഫ് കോഴ്സ്, അത് ഇല്ലാന്ന് പറഞ്ഞാൽ പച്ച നുണയെ പോകും. സിംഗിൾ ഓർ കമ്മിറ്റഡ് ചോദിക്കുകയാണെങ്കിൽ ഹായ് ഹലോ നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾ ഒത്തിരി നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഒത്തിരി പേര് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ആരുമില്ല, നിങ്ങൾക്ക് എനിക്കും ഒരുപോലെ ഇഷ്ടമുള്ള അരുൺ ഒളിമ്പ്യൻ. സ്വാഗതം. ഈ പേര് ഇപ്പൊ നമ്മുടെ ഒറിജിനൽ നെയിം ആളുകൾ വിളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മുടെ ക്യാരക്ടർ നെയിംസ് ആളുകൾ വിളിക്കുമ്പോൾ ഏതാ ഒരുപാട് സന്തോഷമാവണേ? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അരുൺ ഒളിമ്പ്യൻ എന്ന് വിളിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരായിരുന്നു. ബിക്കോസ് ഒളിമ്പ്യൻ എന്ന് പറയുന്ന ഒരു പേര് അങ്ങനെ ആർക്കും വിളിച്ച് കേട്ടിട്ടില്ല. അപ്പൊ അത് കേൾക്കുമ്പോൾ എന്നെ പറയുന്ന എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഒളിമ്പ്യ എന്ന് വിളിക്കുള്ളൂ, അരുൺ വിളിക്കില്ല. പക്ഷേ ഈ അരുൺ ഒളിമ്പ്യൻ എന്ന പേരില്ലേ, ശരിക്കും ഒരു ഒളിമ്പ്യൻ ആണോ? അല്ല, അത് ആക്ച്വലി എന്റെ നാട്ടിലൊരു ജിം ഉണ്ട്, അതിന്റെ പേര് ഒളിമ്പ്യൻ ഫിറ്റ്നസ് എന്നാണ്. അപ്പോൾ ആ പേര് ഞാൻ എന്റെ കൂടെ കൂട്ടും. അതാണ് ആക്ച്വലി ഒളിമ്പ്യൻ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഈ ഒളിമ്പ്യൻ. നാട്ടിലൊരു ജിം ഉണ്ട്, അതിന്റെ പേരാണ് ഒളിമ്പ്യൻ ഫിറ്റ്നസ്. അപ്പൊ ആ ഒരു സാധനം ഞാൻ എന്റെ കൂടെ കൂട്ടി. ഒത്തിരി പേര് റീൽസ് ആയിട്ട് പോയിട്ടുണ്ട്. അതായത് അരുൺ ചേട്ടൻ ഓൺ വോയിസ് അല്ല, മറ്റാൾക്കാര് അരുൺ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെയാണ്, സച്ചിന്റെ വീട്ടിൽ ഇത്ര പേരുണ്ട്, സച്ചിക്ക് ഇത്രയുടെ ഏജ് ഇതൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഈ അരുൺ ഒളിമ്പ്യൻ ആരാണ്? ശരിക്കും അരുൺ ഒളിമ്പ്യൻ സച്ചി പോലെ ഒരു 50% ആണ്. ബാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഈ സീരിയൽ പോലെ തന്നെ ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ആളാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 ചേട്ടന്മാർ, അവരുടെ ഫാമിലി, പിന്നെ ഒരു ചെറിയൊരു വാവയുണ്ട്, ആളുടെ പേര് അമ്പുഴു എന്നാണ്. അവർക്ക് ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഫാൻസ് ഒക്കെ ആയി മാറിക്കഴിഞ്ഞു. കാരണം എൻ്റെ വീഡിയോസിലും റീൽസിലും ഒക്കെ കാണുന്നത് മോസ്റ്റ്ലി അവളാണ്. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, എന്നെ അച്ചാന്ന് വിളിക്കും. ഫുൾ ടൈം എൻ്റെ കൂടെ. ഞാൻ ഇപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ മോസ്റ്റ്ലി സ്പെൻഡ് ചെയ്യുന്ന അവിടെയാണ്. അപ്പൊ ഈ കൊച്ചു കുടുംബമാണ് എന്റേത്. അപ്പം ഈ ചെമ്പനിപ്പൂല് സച്ചിയും അതുപോലെ തന്നെ എന്റെ വീട്ടില് ഈ അരുൺ എന്ന് പറയുന്ന ആളും, അരുൺ നല്ല വിളിക്കാം, കണ്ണെന്ന് വിളിക്കും. എന്റെ പെറ്റ് നെയിം കണ്ണെന്നാണ്. അപ്പോ ഓൾമോസ്റ്റ് ഞാൻ ഫാമിലിയുടെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്.
അപ്പൊ ഇതാണ് എന്റെ കൊച്ചു കുടുംബം. ശരിക്കും എന്ത് പഠിച്ച് അല്ലെങ്കിൽ ഈ ആഗ്രഹം അഭിനയാണെന്ന് അറിയാം. എനിക്കറിയാം നമ്മൾ ഇപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് എവിടെയോ നമുക്ക് ടോവിനോ ഫീൽ വരും. ഒത്തിരി സിനിമയില് ടോവിനോക്ക് ഡൂപ്പ് ചെയ്ത ഒരാളാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടന് വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണാന്ന് പറയണേ. പലപ്പോഴും നമ്മളെ പോലെ ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാരെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഭയങ്കര സന്തോഷത്തോടെ പറയാറുണ്ട്. ശരിക്കും എങ്ങനെ ഈ നമുക്ക് ബിഗ് സ്ക്രീനിൽ ഒരു നായകനായിട്ട് കയറുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡ്യൂപ്പായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എനിക്ക് സത്യം പറഞ്ഞ ഞാന് ടോവിനോടെ ഡ്യൂപ്പ് എന്ന് പറയുന്ന ഒരു ടൈം വന്നപ്പോൾ പലരും പറഞ്ഞു അത് ചൂസ് ചെയ്യരുത്, നമ്മളൊരു ആ ഡ്യൂപ്പ് ചിലപ്പോൾ അതിലങ്ങ് മാറിപ്പോവും, പിന്നെ നമുക്ക് നമ്മളേതായ ഒരു ശൈലി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അതിൽ മുമ്പ് തന്നെ അറിയാം ടിനി ടോം ചേട്ടന്റെ മമ്മൂട്ടിക്ക് അമ്മുക്കാക്ക് പല ഒരു ഡ്യൂപ്പ് ചെയ്ത ആളാണ്. പക്ഷെ പുള്ളി കുറെ കഴിഞ്ഞ് ഡ്യൂപ്പിൽ നിന്ന് ആ ഒരു സൈഡിലോട്ട് മാറി. അപ്പൊ എന്നോട് പലരും പറഞ്ഞു അത് വേണ്ട, നീ ഒരു കരിയറിലേക്ക് നല്ലൊരു രീതി മുന്നോട്ട് പോവാണെങ്കിൽ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത്രയും ഫേവറായിട്ട് ഒരു ആക്ടറായിരുന്നു. ആക്ടർ മാത്രമല്ല, എനിക്കൊരു പേഴ്സണലി ഒരു മോട്ടിവേറ്റർ കൂടിയാണ് പുള്ളി. കാരണം പുള്ളി വന്ന വഴിയും ഞാൻ വന്ന വഴിയും ഏകദേശമൊക്കെ ഒരുപോലെയാണ്. ഞാൻ ആസ് എ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഈ ഫിലിം ഫീൽഡിലോട്ട് ആദ്യം വരുന്നത്. അതിനുശേഷമാണ് ചെറിയ ചെറിയ കുട്ടി റോൾസൊക്കെ കിട്ടി തുടങ്ങി. അതിനുശേഷം ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത് ഈ ടോവിനോ ചേട്ടന്റെ ഡ്യൂപ്പായിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ ടോട്ടലി ഭയങ്കര ലക്കി ആയിരുന്നു ആ കാര്യത്തിൽ. അതിനുശേഷം എനിക്ക് പുള്ളിയായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റി. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. എൻ്റെ വീട്ടിൽ പലരും പറയും എനിക്ക് പുള്ളിയുടെ ഡ്യൂപ്പായിട്ട് ചെയ്യാൻ പറ്റുമോ? സത്യമാണോ? ശരിക്കും നീ ഉള്ളതാണോ പറയണത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ തല്ലുമാലയിൽ ചെയ്ത ഒരു ഫോട്ടോ ഉണ്ട്, അത് ജസ്റ്റ് കാണിച്ചു കൊടുത്തു. പുള്ളി കല്യാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ട്, ആ കോട്ടൊക്കെ ഇട്ട് ഞാൻ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പൊ നീ തന്നെ ചെയ്താണല്ലേ? അപ്പോഴാണ് അവർ വിശ്വസിച്ചത്. ആക്ച്വലി ഞാൻ ഈ ഒരു ഫീൽഡിൽ കയറി വരുന്നൊന്നും ഒരു വിശ്വാസവും വീട്ടുകാർക്ക് തീരെ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, വീട്ടില് ഫാമിലി എന്നല്ല ഒരു തരത്തിലും ഒരു കലാപരമായിട്ട് ആരുമില്ല. അപ്പൊ ഇതിലെത്തുമോ എന്നുള്ളത് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. ഏതൊക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്? ഡ്യൂപ്പായിട്ട് തല്ലുമാല അന്വേഷിപ്പ് കണ്ടെത്തും. പിന്നെ വേറെ പ്രൊജക്റ്റിൽ വിളിച്ചു, അതിന്റെ പേരത് എനിക്ക് ഓർമ്മയില്ല, അന്നേരം അറിയില്ല, എനിക്ക് പറഞ്ഞിട്ടില്ല. അതിൽ വിളിക്കുമ്പോൾ അതിൽ കയറി 2 പടങ്ങളാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അത് ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്തു. യെസ്, ഓഫ് കോഴ്സ്. ആളിപ്പോ ഇന്റർവ്യൂ കാണുമ്പോഴേ ആളെ കുറിച്ച് രണ്ടുപേർക്ക് നല്ലത് പറയണല്ലോ. കാരണം ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരു പേര് ഇപ്പൊ ആളുകള് അത് ഏറ്റെടുത്തു. നിങ്ങളുടെ രണ്ടുപേരെയും കാണാൻ ഭയങ്കര രസാ സ്ക്രീനില്. അപ്പൊ അത് ഒത്തിരി പേര് പറയല്ലോ. സോ നിങ്ങളുടെ ആ ഒരു കോംബോ അത് റീൽസിലായാലും നിങ്ങൾ തമ്മിൽ കണക്ഷൻ രസമാണ്. അത് ഓഫ് സ്ക്രീനിലായാലും ഓൺ സ്ക്രീനിലായാലും. അത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് വരുന്ന പേർ ഇപ്പം മുമ്പ് പ്രിയ ആണെങ്കിലും ഇപ്പം റബേക്ക ആണെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ജെല്ലായി. എന്നുവെച്ചാൽ ഞാൻ ഒരു ടൈം വരെ ആൾക്കാരോട് എന്താ പറയുക മിങ്കിളാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്ക് മൊത്തത്തിൽ പഠിച്ചിട്ട് ഞാൻ അടുത്ത് അത്രയും കമ്പനി ആവുള്ളൂ. പെട്ടെന്ന് ചാടി കയറി പോവാന്നൊക്കെ പറഞ്ഞ് ട്രിപ്പ് പോകുന്ന അങ്ങനത്തെ ഒരാളല്ല ഞാൻ. ആളൊക്കെ എനിക്ക് പറ്റുന്ന ഒരാളാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മാത്രമേ ആളെ ഞാൻ കൂട്ടുള്ളൂ. അതേപോലെ റബേക്ക വന്ന് ഒരു ടൈം ഞാൻ അവള് കണ്ടു മനസ്സിലാക്കിയ ശേഷമാണ് അവള് കമ്പനിയൊക്കെ ആവുന്നത്. ഇപ്പം അത്രയും കട്ട കമ്പനിയാണ്. ഇപ്പൊ ഓൺ സ്ക്രീൻ ആണെങ്കിലും ഓഫ് സ്ക്രീൻ ആണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്ന ഒരു സച്ചി രേവതി ആയിരിക്കില്ല ഇപ്പം എപ്പിസോഡിൽ കാണുന്ന സച്ചി രേവതി. കാരണം ഞങ്ങൾ അത്രയും കമ്പനിയായി, ഞങ്ങൾ തമ്മിലൊരു ബോണ്ട് അത്രയും ആയിക്കഴിഞ്ഞു. അങ്ങോട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രയും നല്ലൊരു ബോണ്ടാണ്. അപ്പം അതാണ് നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് ആള് ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കരമായി ആക്റ്റീവാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഭയങ്കര സെലക്റ്റീവ് എന്നല്ല ആള്. ചാടിക്കീഴിലായിട്ട് സംസാരിക്കും, പെട്ടെന്ന് കമ്പനി ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്ന ആളാണ്. പക്ഷെ അവരുടേതായ ഒരു ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ടോട്ടലി ഒരാളെ മനസ്സിലാക്കിയ ശേഷം എനിക്ക് എപ്പോഴും ലൈൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ സ്റ്റാർട്ടിങ് വന്ന സമയത്ത് എന്നോട് പലരും ചോദിച്ചു, നീ കുറച്ച് ഹെഡ് വെയ്റ്റഡ് ആണോ, സ്റ്റാർഡം അല്ലെങ്കിൽ സെലിബ്രിറ്റി ആ ജാടയാണോ എന്നൊക്കെ ചോദിച്ച പലരുമുണ്ട്. ഓഫ് കോഴ്സ് അതല്ല. ഞാൻ ആൾക്കാരിലേക്ക് പോകുമ്പം കുറച്ചൊക്കെ ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ വന്ന ഒരു ലൈഫ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ കുറേ കാര്യത്തിൽ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പലരിൽ നിന്നും പല മോശ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരാളെ സങ്കടം കണ്ടിട്ട് കണ്ണീരൊപ്പം പോയി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എനിക്ക് ജീവിതത്തിൽ അത്രയും മറക്കാൻ പറ്റാത്ത അനുഭവം തന്നു പോയ ആൾക്കാർ വരെയുണ്ട്. ഇപ്പം ഞാൻ അത്രയും ചിന്തിക്കും ലൈഫിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ. ഇപ്പം എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ നല്ല ബുദ്ധിമുട്ടി വന്ന ഒരാളാണ്. കുറേ എന്താ പറയുക സ്ട്രഗിളൊക്കെ ചെയ്തു വന്ന ഒരാളാണ്. ആൾ കരയുമ്പം എനിക്ക് ഭയങ്കര വിഷമമാണ്.
അപ്പോൾ അതേപോലെ എൻ്റെ മുമ്പിൽ ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് കരയുമ്പം എനിക്ക് എൻ്റെ അമ്മ ഓർമ്മ വരും. അപ്പം ഞാൻ അതിനുവേണ്ടി സഹായിക്കാൻ പോകും. കുറേയൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്ക് നല്ലത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചില ആൾക്കാർക്ക് ഞാനിങ്ങനെ സഹായിക്കാൻ പോയി എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ട് എനിക്ക് തിരിച്ച് പണി കിട്ടിയിട്ടുണ്ട്. തീരെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത, ഇപ്പോഴും കുറേ ലൈഫിൽ കുറേ ചേഞ്ച് ആയിട്ട് പോലും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. കുറേ ആണായാലും പെണ്ണായാലും കുറേ ബുദ്ധിമുട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാ പറഞ്ഞ ഭയങ്കര സെലക്റ്റീവാണ്. ആൾക്കാരുടെ അടുത്ത് പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും ചിന്തിക്കും കുറേ. ഇനി അങ്ങനെ ഒരു അബദ്ധം വരാനോ മറക്കാൻ പറ്റാത്ത അനുഭവം കിട്ടാനോ പാടില്ല. ലൈഫ് എക്സ്പീരിയൻസ്ഡ് ആണ്. ആദ്യം കാണുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. ഇല്ല എന്താ ഇപ്പൊ ഇങ്ങനെ അവർ ഭയങ്കര ജാടയാണോ ഇപ്പം വന്നിട്ടുള്ളൂ, ഇൻഡസ്ട്രി ഭയങ്കര കാണിച്ചുകൊണ്ടിരിക്കുന്നു, ഷോ ഓഫ് കാണിക്കുന്നു. അപ്പം പലരും ചിന്തിക്കുകയായിരിക്കും ഇപ്പം പറയാൻ പറ്റില്ല, ആർട്ടിസ്റ്റുകളുടെ ഇടയിലും സംസാരം ഉണ്ടായിരിക്കാം. അവൻ വന്നു, ഇപ്പം നമ്പർ 1 സീരിയലാണ്, അതുപോലെ നമ്പർ 1 ഹീറോ ആണ്, അവൻ മിങ്കിൾ ചെയ്യുന്നില്ല, ചിലപ്പോൾ കമ്പനി കൂടുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ആവാനുള്ള മെയിൻ റീസൺ എനിക്ക് കിട്ടിയ കുറേ ലൈഫിലെ പാഠങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആൾക്കാരുടെ നിന്ന് മാറി നിൽക്കുന്നത്. ഇപ്പം വീട്ടില് ആർക്കും ഈ പറഞ്ഞ കലാപരമായിട്ടുള്ള ഒരു ബന്ധമില്ല എന്ന് പറയണു. അപ്പം 2 ആൺകുട്ടികളാണ് അല്ലേ? ഞങ്ങൾ 3 പേര്, എനിക്ക് 2 ചേട്ടന്മാരാണ്. അപ്പം ഈ അനിയന് മാത്രം എങ്ങനെ ഈ ഒരു കലാപരമായിട്ട് ആക്ച്വലി അത് എങ്ങനൊരു ചിന്ത എനിക്ക് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ച ആള് എന്റെ മൂത്ത ബ്രദറാ അർജുൻ. പുള്ളി നമ്മള് ചുമ്മാ പണ്ടത്തെ കാലത്ത് ടിക്ടോക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ എടുക്കും, വീഡിയോസ് ഒക്കെ എടുക്കും. അപ്പം ആള് ഓപ്പോസിറ്റ് നിന്ന് എൻ്റെ കൂടെ ഒരു കൊളാബ് ചെയ്തിട്ട് പുള്ളി ഉണ്ടാവും. അപ്പൊ ആൾക്കാർ ശരിക്കും ഈ ഇൻഡസ്ട്രിയിൽ വരാൻ ഭയങ്കര താല്പര്യം. പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാ, നന്നായിട്ട് ഡാൻസ് ചെയ്യും, പാട്ടൊക്കെ പാടും, അങ്ങനെ കുറെ പുള്ളിക്ക് ഉണ്ട്. പക്ഷെ കഴിവ് തെളിയിക്കാൻ ഒരു പ്ലാറ്റ്ഫോം പുള്ളിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ആ ടൈമിൽ പുള്ളി സ്പോർട്സിലും പോയി, വോളിബോൾ പ്ലെയറും കൂടെ ആയിരുന്നു. അപ്പൊ അതിൽ ബിസി ആയി. പിന്നെ പെട്ടെന്ന് മാരേജ് ഒക്കെ ആയപ്പം ആളൊരു ഫാമിലി മാനായിട്ട് മാറി. അപ്പം കൊറോണ സമയത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നീ ഒന്ന് പോയി നോക്കൂ, ചിലപ്പോൾ നിനക്ക് അതിലൊരു ഭാവി ഉണ്ടാവാം, നീ ഒന്ന് ശ്രമിച്ചു നോക്കൂന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് ഫ്രീ ആയിരിക്കും, കൊറോണ സമയത്ത് ഫുൾ സ്റ്റക്ക് ആയിരിക്കും സമയത്ത്. അപ്പം ഞാൻ ഓക്കെ ട്രൈ ചെയ്യാം. 19ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ പ്രൊജക്ട് വിനസാറുടെ. അപ്പം അതിൽ പോയ സമയത്ത് തന്നെ എനിക്കൊരു ചാൻസ് കിട്ടിയെന്ന് വെച്ചാൽ പോലീസ് ഓഫീസറായിട്ട് ഞാൻ ചെയ്തത്. അതിൽ വിഷ്ണു ചേട്ടനെ, പുള്ളിയുടെ മകന്റെ കൂടെ നിന്ന് അഭിനയിക്കാൻ ഒരു ചാൻസ് അപ്പം തന്നെ കിട്ടി. പിന്നെ അതിൽ കൂടെ എനിക്ക് മനസ്സിലായി ഈ ഒരു ഫീൽഡ് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ മമ്മൂക്ക പറഞ്ഞ പോലെ എന്നൊന്ന് പോളിഷ് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ അത് കിട്ടിയേക്കാന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഞാൻ തന്നെ ഒന്ന് പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും തോന്നി. ഞാൻ ബേസിക്കലി ആർക്കിടെക്റ്റ് ആയിരുന്നു. ആ ജോലിയെല്ലാം സ്റ്റോപ്പാക്കി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ മേഖലയായിട്ട് എനിക്ക് ഒരു ബന്ധമോ ഒരു കണക്ഷനോ എനിക്ക് അറിയത്തില്ല, ആരെയും അറിയത്തില്ല. എൻ്റെ നാട്ടുകാരനാണ് ആക്ച്വലി ഡയറക്ടർ രഞ്ജിത്ത് സാറ്. അത് പരിചയം ഉണ്ടെന്നല്ലാതെ എനിക്ക് നേരിട്ട് പുള്ളിയായിട്ട് സംസാരിച്ചുള്ള പരിചയം ഒന്നുമില്ല. അപ്പം വരുമ്പോൾ ഒബിയസ്ലി വീട്ടുകാർ വിചാരിക്കും എങ്ങനെ കയറി പോവും. കുറെ ഇഷ്ടംപോലെ ആൾക്കാർ സിനിമയ്ക്കും സീരിയലിലും ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ടൈമാണ്. നമ്മൾ എങ്ങനെ ഇതിലൊക്കെ ഒരു ഫീൽഡിൽ കയറി വരാൻ പറ്റി, ഇവ കഴിവുണ്ടോ എന്നുകൂടെയാണ് വീട്ടിലാൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെ പോയി അവിടെ എത്തി, കുറച്ച് ജൂനിയർ ആർട്സ് ഫ്രണ്ട് സർക്കിളൊക്കെ ആയി, ഓരോ സിനിമ ലൊക്കേഷനിൽ പോകുന്നു. നമുക്കൊക്കെ അത്ഭുതങ്ങൾ, കാരണം അവരുടെ അടുത്ത് പോയി ചുമ്മാ അതിന് നിൽക്കാൻ പറ്റും, ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ ചുമ്മാ നിൽക്കാൻ പറ്റുന്നല്ലോ എന്നൊരു നല്ലൊരു ഫീൽ. പിന്നെ അവിടെ തന്നെ അങ്ങ് നിന്നു. ഒരു കസിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ആളുടെ പേര് ജിത്തു. പുള്ളി കൊച്ചിയിൽ BPCയിൽ വർക്ക് ചെയ്യാം. പുള്ളി അവിടെ താമസം. അന്ന് പുള്ളി ഫാമിലി ഒന്നുമില്ല. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു. എൻ്റെ ബ്രദർ പറഞ്ഞു, പുള്ളിയെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി താമസിച്ചു പുള്ളിയുടെ കൂടെ. കുറച്ച് കാലം അവിടെയായിരുന്നു. അങ്ങനെ അവിടുന്ന് രാവിലെ വിളി വരും, ഇന്ന് ലൊക്കേഷനിലേക്ക് വരും, ചെറിയ ചെറിയ സംഭവം കിട്ടും, പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ എന്നെ ഡ്രോപ്പ് ചെയ്യും പുള്ളി, എന്നിട്ട് പുള്ളിയുടെ ജോലിക്ക് പോകും. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ പോയി. ഫിനാൻഷ്യലിയും ഭയങ്കര ബുദ്ധിമുട്ടായി. എന്താ പറയുക, വീട്ടിൽ നിന്നുള്ള ഭയങ്കര ചോദ്യങ്ങളും, കാരണം ഏജ് ഇങ്ങനെ കൂടി വരികയാണ്. എല്ലാവരും ഇപ്പം മാരേജ് ചെയ്തു. ഇപ്പം ബ്രദർ മാരേജ് ചെയ്തു, ഞാനും സെക്കൻഡ് ബ്രദറും ആയിട്ട് 1 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പം എന്താവും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ബാക്കി എല്ലാവർക്കും ഒരു ഇതുണ്ട്, ആളിവിടെ എത്തും. മൂത്താൾ എഞ്ചിനീയറായിരുന്നു, രണ്ടാമത്തെ ആൾ ഷെഫാണ്. ഞാൻ എന്തായി മാറും എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അങ്ങനെ ടൈം ആയപ്പോൾ തിരിച്ച് ഞാൻ എൻ്റെ ജോലിക്ക് റിട്ടേൺ പോയാലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ചേട്ടൻ, അവിടെയുള്ള ജിതു ചേട്ടൻ, പുള്ളിയുടെ കൂടെ ഒരു സിനിമയ്ക്ക് പോവാം.
സിനിമയ്ക്ക് പോണ സമയത്ത് അന്ന് ഞാൻ പറയും ചെയ്യും, ഞാൻ വിട്ടിട്ട് പോവാ, എനിക്ക് പറ്റുന്നില്ല, കാരണം ഫിനാൻഷ്യലി ഡൗൺ ആണ്, പ്രത്യേകിച്ച് നിൽക്കാനൊന്നും പറ്റുന്നില്ല, ഈ ഫീൽഡ് വേണ്ട എന്നൊരു തീരുമാനം മനസ്സിൽ വന്നു. കംപ്ലീറ്റ്ലി ഉറപ്പിച്ചു, ഇനി പറ്റില്ല, കാരണം ഫാമിലിയുടെ അത്രയൊന്നും പിടിച്ചേക്കാൻ പറ്റില്ല. ഞാനൊരു സിനിമ, എനിക്ക് പടം ഓർമ്മയില്ല, തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരിക്കും. പുള്ളി പറഞ്ഞു, ഇങ്ങനെ കാണണ്ടല്ലായിരുന്നോ, ഇത് ബിഗ് സ്ക്രീനൊക്കെ വരുന്നതല്ലായിരുന്നോ, അതൊക്കെ കളയണോ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂട്ടെന്ന് ചോദിച്ചു. അന്നേരം പറ്റുന്നില്ല എനിക്ക്, ബാക്കിയൊക്കെ ഓക്കെ, എങ്ങനെ നിന്നു പോവാം, ഫിനാൻഷ്യലി ഒരു നമുക്കൊന്നും ഇല്ലെങ്കിൽ പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പം ശരി, നീ തോറ്റ് പിൻവാങ്ങുകയാണ്, അപ്പം പൊക്കോ എന്നൊക്കെ പറഞ്ഞെടുത്ത്. പക്ഷെ ആ തോറ്റ് പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞെടുത്താണ് ഞാൻ സ്റ്റക്കായി. ആ സ്പോട്ടിൽ ഞാൻ സ്റ്റക്കായി. ഞാൻ ആദ്യം പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് ടോട്ടലി ഷിഫ്റ്റ് ചെയ്ത് ബാംഗ്ലൂർക്ക് മാറി. ഒരു 4 ദിവസം ഞാൻ അവിടെ കംപ്ലീറ്റ്ലി നിന്നിട്ടുണ്ടാവുള്ളൂ. എനിക്ക് തിരിച്ചു വരണം, എനിക്ക് അത് എൻ്റെ ലൈഫ് ഇതാണ്, അതിന് ഇത്ര സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ തിരിച്ചു വന്നു. അപ്പം തന്നെ ഞാൻ പുറത്തൊരു റൂം എടുത്തു, ഒരു ചെറിയൊരു ബെഡ്റൂം, ഒരു ബെഡ്റൂം തന്നെ പറയാൻ പറ്റില്ല, ഒരു സിംഗിൾ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അങ്ങനെ കൊച്ചിയിൽ ഞാൻ റൂം എടുത്തു, അവിടെ താമസം തുടങ്ങി. അന്ന് സഹായിക്കാൻ എനിക്കൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. പുള്ളിയുടെ ചെറിയൊരു വരുമാനത്തിൽ എനിക്ക് സഹായം തന്നു. ഞാനത് വെച്ച് ഒരു വീടെടുത്ത് അവിടെ സ്റ്റേ ചെയ്തു. ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ ജൂൺ ആർട്ടിസ്റ്റ് പരിപാടി പിന്നെയും തുടങ്ങി. അപ്പം ചേട്ടൻ ചോദിച്ചു, നീ തിരിച്ചു വന്നല്ലേ, നോക്കട്ടെ, ഒന്നുകൂടി നോക്കാം, നമുക്ക് പോകുന്ന പോലെ പോവാന്നൊക്കെ ഇത് ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിൽ ആ ഒരു സാധനം പിന്നെയും കിടക്കുക, നീ തോറ്റ് പിൻവാങ്ങുക എന്ന് പറഞ്ഞപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഫീലായി. പിന്നെയും അതേപോലെ തന്നെ മോഡലിംഗ് കയറി, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായി പോയി, പിന്നെ ചെറിയ റോളിലൊക്കെ എന്നെ വിളിച്ചു തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പം എന്നെ ആവശ്യമുള്ള കുറച്ച് പേരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നിരുന്നാലും എനിക്ക് നിന്ന് പോകാനുള്ള ഒരു ഫിനാൻഷ്യൽ അപ്പോഴും ഇല്ല. റെന്റ് കൊടുക്കണം, ഫുഡ് കഴിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് വീട്ടിൽ നമുക്ക് അറിയിക്കാനും പറ്റില്ല. അതെ, യെസ്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവരോട് പറയാൻ പറ്റില്ല. ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയും, അച്ഛൻ പറയും, നേരം കയറിക്കോ, തിരിച്ച് വീട്ടിലോട്ട് കയറിക്കോ. കാരണം പുള്ളി എന്ന് പറഞ്ഞാൽ ആ ഒരു നിങ്ങളൊരു നായരാണ് ആക്ച്വലി. അപ്പം പുള്ളിയുടെ തറവാടിത്തം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് വേണ്ട കാര്യങ്ങളോ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങൾ പുള്ളി മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനു കിടന്ന് ഈ ബുദ്ധിമുട്ടെന്നുള്ള പുള്ളി ചോദിക്കും. അപ്പോൾ ചെറുപ്പത്തിലുള്ള ഒരു കാര്യമാണ്, എനിക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തം കഷ്ടപ്പെട്ട് ചെയ്ത് കൊണ്ടുവരുന്നൊരു വാശിയുണ്ടെന്ന് പുള്ളിക്കും അറിയാം. പിന്നെ കുറേയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഹൈഡ് ചെയ്തു. പിന്നെ ഒരു ടൈമിൽ ടോട്ടലി ഡള്ളായി, ഒരു വർക്ക് കിട്ടുന്നില്ല, പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളൊരു ടൈം എനിക്കുണ്ടായിരുന്നു. പച്ചവെള്ളം കുടിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ടാവും കൊച്ചിയിൽ. അപ്പോൾ ഞാനത് ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായിട്ട് എനിക്ക് ടോട്ടലി ആ ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ സമയത്ത് എനിക്ക് ആദ്യം തോന്നിയതാ. കാരണം ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചതിൽ ചേട്ടൻ പറഞ്ഞ നീ തിരിച്ചു പോവാണെന്ന് ചോദിച്ചാൽ ആ ഒരു ഫയറും ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ആഗ്രഹിച്ച് നേടിയിട്ട് ഇനി ഒരു മടക്കയാത്ര വീട്ടിലോട്ടുള്ളൂ ഞാൻ ഉറപ്പിച്ചതായിരുന്നു. പിന്നെ ഒരു ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേപോലെ ഏഷ്യാനെറ്റ് എന്നൊരു വിളി വരുന്നു. ശശികുമാർ സാർ വിളിക്കുന്നു, ഇങ്ങനൊരു പ്രൊജക്റ്റ് ഉണ്ട്, വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നാട്ടിലോട്ട് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ നിന്ന് പിന്നെയും തിരിച്ച് നേരെ കൊച്ചി വന്നു, വണ്ടി അവിടെ വെച്ച് നേരെ അവിടെ നിന്ന് ബസ് കയറി ട്രിവാൻഡ്രത്തെത്തി. വേൾഡ് മാർക്കറ്റ് അവിടെ ഫസ്റ്റ് ഷൂട്ട്. ഞാൻ അവിടെ എത്തലും ഡയറക്ടർ എന്നെ കണ്ടു, പ്രൊഡ്യൂസർ വന്നു, ഷാവു സാറായിരുന്നു പ്രൊഡ്യൂസർ, ആക്ടറായിരുന്നു, പുള്ളിയായിരുന്നു പ്രൊഡ്യൂസർ. പുള്ളി എന്നെ കണ്ടു. അപ്പം ടോട്ടലി കുറച്ച് ഹെയറൊക്കെ നീട്ടി വളർത്തിയ ടൈമാണ്. അപ്പം പുള്ളി സ്പോട്ടിൽ തന്നെ നീ മുടി ഒന്ന് കട്ട് സെറ്റ് ചെയ്യണം, കുറച്ചൊരു സെറ്റാക്കി എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ വല്ല ഡെമോ പോലെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും, പെട്ടെന്ന് നമ്മൾ എടുക്കില്ലല്ലോ. അപ്പം ഞാൻ ഓക്കെ അങ്ങനെ കട്ട് ചെയ്ത് ഷോട്ട് തുടങ്ങി. ഫസ്റ്റ് തന്നെ വന്നേക്കുന്ന ഫൈറ്റാണ്, ആദ്യം ഫൈറ്റ്. അപ്പൊ ആ ഫൈറ്റിലേക്ക് ഇറങ്ങി. ഫൈറ്റ് ഓൾമോസ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു ഭാഗമാണ് ഫൈറ്റ്. അപ്പൊ ഞാൻ തല്ലുമാലയിൽ കുറെ ഫൈറ്റ് പോർഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ചൊക്കെ എനിക്ക് അറിയാം, കുറെ ഗിമിക്കൊക്കെ കാണിക്കാനൊക്കെ അന്ന് അറിയാം. അപ്പൊ അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഷോട്ട് എടുത്ത് കഴിയുമ്പോഴാണ് പറഞ്ഞത് ഓക്കെ ഇനി അങ്ങ് എടുക്കാം. അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ഹീറോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞത്. അപ്പൊ വീട്ടുകാർ ഹീറോ ശരിയാണോ പറഞ്ഞത്, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തൽക്കാലം ആരോടും പറയണ്ട, അവിടെ നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ചേക്കാം, ഇറങ്ങട്ടെ എന്നിട്ടൊക്കെ പറയാം ആൾക്കാരോട്. ഞാൻ പറഞ്ഞാൽ ശരി, എന്നിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ അവിടെ തുടങ്ങി. അവിടെയാണ് ആ വേൾഡ് മാർക്കറ്റ് വെച്ചാണ് എൻ്റെ ജീവിതം ടോട്ടലി ചേഞ്ച് ആകുന്നത്.
ഇന്ന് ഇപ്പം സച്ചിൻ എന്ന കഥാപാത്രത്തെ കുറിച്ച് ആളുകൾ എടുത്ത് പറയുന്നു, അത്രയും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നു. എനിക്കറിയാം ഇൻസ്റ്റഗ്രാമിലായാലും നേരിട്ടായാലും ആ സ്നേഹപ്രകടനം കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു ഫീൽ എങ്ങനെയാ ശരിക്കും? ആരും തിരിച്ചറിയാത്ത ടൈമിൽ നിന്ന് ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു ഭാഗത്തോട് മാറിയപ്പോൾ കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നു. ചില കാര്യങ്ങളിൽ എനിക്ക് പ്രൈവസി നഷ്ടപ്പെടുന്നതിൻ്റെ ഫീലായി. പക്ഷേ ഈ സച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ആൾക്കാരിലേക്ക് എത്തി ഈ അമ്മമാർക്ക് സ്നേഹം വലുതായിട്ട് കിട്ടാറുണ്ട്. ആ അമ്മമാരുടെ സ്നേഹം, അമ്മമാർ തന്നെ അമ്മമാര്, എൻ്റെ അമ്മമ്മമാര് അവർക്ക് സ്നേഹിക്കുന്ന രീതി കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്കൊക്കെ എന്തോ ആയി മാറിക്കഴിഞ്ഞു. എൻ്റെ തുടക്കമാണ് ഹീറോ ആയിട്ട് ഈ ചെമ്മണിപ്പോലെ. ഒരു 200 എപ്പിസോഡ് ആയിട്ടുണ്ടാവില്ല, അതിനൊക്കെ മുമ്പാണ് ഈ അവാർഡ് ഷോ വന്നതും ഈ അവാർഡൊക്കെ കിട്ടുന്നതും, ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് പോപ്പുലർ ആക്ടറും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ടൈം അടുപ്പിച്ചാകുമ്പം ആൾക്കാരുടെ കുറെ കമന്റ്സും മെസ്സേജസും സച്ചി ഏട്ടാന്നൊക്കെ വിളിച്ചിട്ടുള്ള ആൾക്കാരെ ഈ മെസ്സേജുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് പല കരച്ചിലായിരുന്നു. നമ്മൾ വിചാരിച്ചെടുത്ത് എത്തിയല്ലോ, അവരത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അപ്പൊ എനിക്കും എന്നെ സ്നേഹിക്കാൻ കുറെ പേരുണ്ടെന്നുള്ള ഒരു ഭയങ്കര ഫീലായിരുന്നു. ചെറിയ മക്കൾ വാവന്മാരൊക്കെ സച്ചിയേട്ടൻ പറഞ്ഞ ടി വിയിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചത് ആ സച്ചിയേട്ടൻ വരുന്നത് ആ രീതി കാണുമ്പോഴേ നമ്മൾ സ്നേഹിക്ക് കുറെ ആൾക്കാർ ഉണ്ടാകുമ്പോൾ ഒരു ഫീല് വേറെ തന്നെയാണ്. ടോട്ടൽ ഞാൻ ഇപ്പോൾ 0 നിന്ന് തുടങ്ങിയത് കൊണ്ട് എനിക്കൊരു എന്താ പറയാ, ഒരു വലിയൊരു ഞാൻ ആളായോ അങ്ങനെയൊന്നും എനിക്കില്ല. കാരണം എനിക്കറിയാം ഞാൻ 0 നിന്ന് വന്നവനാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ നാളെ താഴെ വീണാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് തിരിച്ച് ഒന്നേന്ന് തുടങ്ങാൻ എനിക്ക് പറ്റും. ആ ഒരു വിശ്വാസം എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ട്. അത് വീട്ടുകാരപ്പോഴല്ലേ അറിയുന്നുണ്ടാവാ? ആക്ച്വലി അത് കറക്റ്റ് ആണ്. അപ്പൊ അവരന്ന് ഉണ്ടാവാം ശരിക്കും എന്താ പറയാ, അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും എൻ്റെ ലൈഫിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കണക്ക് പറഞ്ഞ അമ്മയാണ് ഏറ്റവും എനിക്കെല്ലാം. അപ്പൊ അമ്മ ചോദിച്ചു, എനിക്ക് അങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നോ, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചു. അറിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമാകുന്ന ആൾക്കാരാണ്. അപ്പം ചിലപ്പോൾ പറയാം അപ്പം തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. ഞാൻ ലൈഫ് പഠിച്ചൊരു കാര്യം തന്നെ, നമ്മൾ സ്ട്രഗിൾ ചെയ്യണം, നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ജീവിച്ച് വരണം. ബുദ്ധിമുട്ട് ജീവിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു റിസൾട്ട് അത് ഭയങ്കരമായിട്ട് സന്തോഷം കൂടുതൽ തരും. അഹങ്കാരം ഒരിക്കലും ആവില്ല, ഒരിക്കലും അഹങ്കാരത്തിലേക്ക് പോകത്തില്ല. ഒരു ഹെഡ് വെയിറ്റോ വലിയൊരു സെലിബ്രിറ്റി എന്നുള്ള ഒരു ഹെഡ് വെയിറ്റോ ഒന്നും വരില്ല. എനിക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അത്രയും ആഗ്രഹിക്കുന്ന ഒരാളാണ്. പാഷൻ, ഭയങ്കര പാഷനാണ്. കാരണം കയറിയതിന് ശേഷം എനിക്ക് മനസ്സിലായത് ചുമ്മാ ഒരു ഷോ ഓഫിന് വേണ്ടി മാത്രമല്ല, ഞാൻ കടന്നു വന്ന കുറേ കാര്യങ്ങളിൽ എൻ്റെ ഇപ്പോൾ വയസ്സ് പറയാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾ ഊഹിച്ചോ. ഇത്ര ഒരു ടൈം പീരീഡ് കൊണ്ട് ഒരു എന്നേക്കാൾ ഇരട്ടി ഒരു പ്രായമുള്ള ആളുടെ ഒരു ലൈഫ് ഞാൻ പഠിച്ചു കഴിഞ്ഞു. സപ്പോർട്ട് ചെയ്യുന്ന പലരും ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും, അതല്ലാതെ ജെന്യുനായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ മോസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കണ്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ടുപേര് കൂടെ നിൽക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ബുദ്ധിമുട്ടിയ സമയത്ത് ഒരാളും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ബുദ്ധിമുട്ടുന്ന സമയത്ത് 100 രൂപ ചോദിച്ചാൽ പോലും കയ്യിലുള്ളവർ അയ്യോ ഇല്ലടാ ഞാനതിപ്പോൾ എന്തിന് കൊടുത്തു, അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് ചോദിക്കാൻ പാടില്ലായിരുന്നോ, ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇപ്പം ആ ആൾക്കാരൊക്കെ എൻ്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവരോട് ഒരു തരത്തിലൊരു പുച്ഛം തോന്നാറുണ്ട്. സത്യം പറഞ്ഞാൽ ലൈഫിൽ നമ്മൾ ഒരിക്കലും ഒരാളെയും വില കുറച്ച് കാണാൻ പാടില്ല. കാരണം ഒരാൾ നാളെ എന്താവും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പം നാളെ താഴെ വീഴുമ്പോൾ ചിലപ്പോൾ അതിൽ 2 പേരിൽ ഒരാളെങ്കിലും നമ്മൾ കൂടെ ഉണ്ടാവും. ഇപ്പം അറിയപ്പെടുന്ന ഒരു മേഖലയ്ക്ക് എത്തി, അതിൽ നിന്നും ഒരു 10 ആൾ അറിയുന്നൊരു ഫെയിമിലേക്ക് മാറിയപ്പോൾ അയ്യോ അവനങ്ങനെ വരാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ നന്നായി പോയോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളെ ഫാമിലിയിലും വരെ ഉണ്ടായേക്കാം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അച്ഛനും പോലും ഞാനിപ്പോൾ എന്താണെന്നുള്ള എക്സാക്റ്റ് പുള്ളിക്ക് അറിയില്ല. കാരണം പുള്ളിയുടെ ഒരു ഹെഡ് വെയിറ്റ് വേറെ ഉണ്ട്. അപ്പൊ പുള്ളി ഞാൻ എന്തായാലും ഇടയ്ക്ക് ഞാൻ വരാത്ത വീട്ടിൽ വരാൻ സമയത്ത് പുള്ളി പറയും, എടാ ഞാൻ സീരിയൽ കണ്ടു, ഓക്കെ 2-3 മാസമായില്ലേ വീട്ടിൽ വന്നിട്ട്, വരുന്നില്ല, അത് നിർത്തി പോര്, സ്റ്റോപ്പ് ചെയ്ത് തരും, നിർത്തി പോവാ, വീട്ടിലേക്ക് നിർത്തി വാ. പുള്ളിക്ക് ഇതിന്റെ ഒരു വേൾഡ് എന്താന്നുള്ളത് ആൾക്ക് അറിയില്ല. പുള്ളിക്ക് സർക്കാർ ജോലിയിൽ ഒരാള് ആ ഒരു ചിന്തിക്കുന്ന ഒരു ലൈനപ്പ് അങ്ങനെയാണ്. ഇപ്പോഴും ചോദിക്കും എന്തെങ്കിലും കിട്ടോടാ, ഇത് ജീവിക്കാൻ എന്തെങ്കിലും കിട്ടുമോ, വരുമാനം വല്ലതും കിട്ടുമോ?
അറ്റ്ലീസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നു അല്ലെ, അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുമ്പോൾ അതിന്റെ സുഖം ഭയങ്കരമാണ്. ഇപ്പം ചെമ്പനീർ പോകുന്ന സീരിയല് ആളുകൾ ഏറ്റെടുത്തു, ഒത്തിരി പേര് ഈ കഥാപാത്രങ്ങൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇപ്പൊ ഇന്റർവ്യൂ കാണുന്നവർക്ക് അതിൽ ഓരോ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ അത്രയും സന്തോഷമാണ്. ഇപ്പം ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുന്ന ആഗ്രഹിച്ച പോലെ കുറെ ആളുകൾക്ക് ചിലപ്പോൾ മിനി സ്ക്രീനിലായിരിക്കും ചെയ്യാൻ പറ്റും. പക്ഷെ ഏറ്റവും കൂടുതൽ ഒത്തിരി സിനിമകൾ ചെയ്താലും അതിനെക്കാട്ടിലൊരു ഇരട്ടി ആളുകളുടെ സ്നേഹവും ഒക്കെയാണ് നമുക്ക് ഈ സീരിയലിലൂടെ കിട്ടിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്തു പോയ സമയത്ത് പുതിയ പുതിയ ന്യൂജൻ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഈ സിനിമയിലുള്ള പല ആൾക്കാർക്കും അവർക്ക് കിട്ടാത്ത ഒരു എന്താ പറയാ, ഒരു എന്താ പറയുന്നത്, പ്രത്യേക പരിഗണനയും അല്ലെങ്കിൽ അറിയപ്പെടാനൊക്കെ ഈ സീരിയൽ കൊണ്ട് പറ്റുന്നുണ്ട്. മിനി സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും അവരുടെ മുമ്പിലാണ്. ഇപ്പോൾ ഒരു രാത്രി ഒരു 7:30 അല്ലെങ്കിൽ 6 o'clock തൊട്ട് നൈറ്റ് ഒരു 10 o'clock വരെ സീരിയൽസ് എന്നും ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം കണ്ടില്ലെങ്കിലും പിറ്റേ ദിവസം കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എന്നെ ഒരാൾ ഇപ്പം ഇന്ന് കണ്ടില്ലെങ്കിൽ എന്നാൽ ഞാനൊരു ആർട്ടിസ്റ്റ് ഇല്ല എന്ന് ഇപ്പം കാണാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു വർഷം പോയിക്കൊണ്ടിരിക്കില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം തന്നെ ആ ചാനൽ ജസ്റ്റ് ഒന്ന് ആ സമയം വെച്ച് നോക്കും, അപ്പോൾ കാണും. ഇപ്പൊ പുതിയ സിനിമ നടന്മാർക്കൊക്കെ കിട്ടാത്തൊരു ഭാഗ്യം അതാണ്. ഒരു തരത്തിൽ നോക്കുമ്പോൾ വീടുകളിലേക്ക് ആൾക്കാരിൽ എത്തുന്ന ഒരു മേഖലയാണ് ഈ ടെലിവിഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു കാര്യം. സിനിമയിലെ എല്ലാ ആൾക്കാരും പുതിയ പുതിയ ആർട്ടിസ്റ്റും ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. പക്ഷെ അത് അതിന്റെ ഒരു ഭാഗ്യം ഈ സീരിയൽ കൂടെ എനിക്ക് കിട്ടി. അത്രയും ഫേമസ് ആ ഒരു കാര്യത്തിൽ എനിക്കുണ്ട്. ഇപ്പോഴും എവിടെയെങ്കിലും പോയി നിന്ന് സ്റ്റക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മോനെ വാ ഒരു ക്ലാസ് ചായ കുടിക്കാം എന്ന് വിളിക്കുന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. എനിക്ക് പണ്ട് ലളിതാമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഒരു ആക്ട്രസ് ആണ്. അപ്പൊ എനിക്ക് സിനിമ, നാടകം, സീരിയൽ എന്ത് വിളിച്ചാലും എന്റെ ജോലി അഭിനയിക്കാന്ന്. അവിടെ ഈ ബിഗ് സ്ക്രീൻ മിനി സ്ക്രീൻ എന്നൊരു വ്യത്യാസമില്ല. ഒരു ആക്ടർ എന്ന നിലയിൽ അതിനെങ്ങനെയാ കാണുന്നത്? ഇപ്പൊ ബിഗ് സ്ക്രീനില് അല്ല, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബിഗ് സ്ക്രീനിൽ വരിക എന്നാണ്. പക്ഷെ ഞാൻ മുമ്പ് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഈ സീരിയൽ മേഖലയിലേക്ക് വരത്തില്ല. വന്നു കഴിഞ്ഞാൽ അതിന് സിനിമയ്ക്ക് പോകാനോ സിനിമയിലേക്ക് മാറാനോ ഫെയിം കിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്ക് വിളിക്കില്ല എന്നൊക്കെ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഈ ഒരു മേഖലയ്ക്ക് വന്നതിന് ശേഷമാണ് സിനിമയിലേക്കാളും കൂടുതൽ ഫേമസ് ആകാൻ പറ്റിയൊരു മേഖല ടെലിവിഷനാണ്. അല്ലെങ്കിൽ ഒരു മിനി സ്ക്രീനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാരിൽ എത്തിപ്പെടാൻ പറ്റുന്നത്. നമ്മുടെ കഴിവുകൾ കൂടുതലും കാണുന്ന ടി വി കൂടെ തന്നെയാണ്. ഒരാൾ ഇപ്പോൾ ഒരു പഴയ കാലത്തും ഒരു 50% ആൾക്കാർ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുന്നുണ്ട് മൂവീസൊക്കെ. ഞാനിപ്പം ഇറങ്ങി നരിവേട്ട എന്ന് പറഞ്ഞ മൂവി ഞാൻ ചോദിച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വയനാട് ഷൂട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ബീനാശി എസ്റ്റേറ്റിലായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് കയറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി പോയി. അപ്പം പുള്ളി വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടു. ഞാൻ വന്ന് ഇറങ്ങിയ പാട് ഫുൾ ട്രൈബൽസാണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ആ ട്രൈബൽ സൈറ്റിലൊരു ഷൂട്ടാണ്. അപ്പം വന്നിറങ്ങലും എനിക്ക് അങ്ങനത്തെ ഒരു സ്വീകരണം കിട്ടിയത്. കാരണം ഒരു മമ്മൂട്ടിയൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സ്വീകരണം എനിക്ക് അവിടെ കിട്ടിയത്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഏത് മിനി സ്ക്രീൻ ആണെങ്കിലും ബിഗ് സ്ക്രീൻ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരത് എത്തും. ഇപ്പൊ ഒത്തിരി പെമ്പിള്ളേര് മെസ്സേജ്, അഫ്കോഴ്സ് ഇൻസ്റ്റഗ്രാം തുറക്കാൻ വയ്യാണ്ടായിരിക്കും, എങ്കിലും എത്ര പ്രപ്പോസൽ വരുന്നുണ്ട് ശരിക്കും. അല്ല, യെസ് ഓഫ് കോഴ്സ്, അത് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നുണയായി പോകും. പ്രപ്പോസൽസ് ഇപ്പം കുറെ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ എണ്ണാന്നും പറ്റത്തില്ല, അങ്ങനെ എണ്ണി തീർക്കാനും പറ്റുന്ന കാര്യങ്ങളല്ല. കുറെ ആൾക്ക് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ സച്ചി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അതിലേക്ക് സന്തോഷമുള്ളൂ. പിന്നെ മാരേജിനെ പറ്റി ചിന്തിക്കുന്ന ഒരാളല്ല ഇപ്പൊ ഞാൻ. സോ എന്താ പറയുക, എങ്ങനെ വിട്ടുകളയും, സംസാരിച്ചെങ്കിൽ അവരെ വലിയ മുഷിപ്പിക്കാതെ അവർ സ്നേഹം വേണം താനും, പക്ഷെ അവരെ വെറുപ്പിക്കാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കും. സിംഗിൾ ഓർ കമ്മിറ്റഡ് ചോദിക്കുകയാണെങ്കിൽ സിംഗിൾ ആണ് ഇപ്പൊ. സിംഗിൾ ആണ് എങ്കിലും സച്ചിയുടെ മനസ്സിലുള്ള ഭാവി വധു, കാരണം ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെങ്കിൽ അത്ര പേര് മെസ്സേജ് ചെയ്യാൻ മതി. ആക്ച്വലി ഞാൻ ഒരു ഫംഗ്ഷന് കൊച്ചിയില് എന്തായിരുന്നു മില്ലേനിയത്തിന്റെ തോന്നുന്നു ഒരു ഫംഗ്ഷൻ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ സ്റ്റാർ ഓഫ് ദി ഇയർ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇതേപോലെ തന്നെ അവിടുന്ന് ഞങ്ങൾ ചോദിച്ചു എന്താണ് കൺസെപ്റ്റ് എന്താണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് വായിൽ വന്ന് എന്നെ പോലെ ഒരു ഹൈറ്റ് വേണമെന്ന് പറഞ്ഞു. ജസ്റ്റ് അത് പറഞ്ഞോളൂ. പക്ഷെ അത് റീൽസും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഗേൾസ് ഒക്കെ മെസ്സേജ് ചെയ്യുന്നതാ, എനിക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ചേട്ടൻ്റെ അത്ര ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഹൈറ്റ് ഒക്കെ എനിക്ക് 6.1. അപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ അത് പറഞ്ഞെന്നുള്ളൂ. അത് ജസ്റ്റ് എന്റെ വായിൽ വന്നു, ഞാനത് പറഞ്ഞു. അപ്പൊ അതിനുശേഷം കുറെ ആൾക്കാരെ മെസ്സേജ് അയക്കുന്നത്, അയ്യോ ചേട്ടാ ഹൈറ്റ് ഉള്ള ആൾക്കാരെ നോക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ആരായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മൊത്തം സിനിമയാണ്. എല്ലാവർക്കും സമാധാനാവുന്ന രീതിയിലാണ് മറുപടി കാരണം ആരും വിഷമിപ്പിച്ചിട്ടില്ല.